ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വീണ്ടും വസുന്ധരയെ വരച്ച വരയിൽ നിർത്തുകയാണ്. വീഡിയോ വീണ്ടും കാണിച്ചു കൊടുത്തതോടുകൂടി വസുന്ധര അങ്ങ് പേടിച്ചു പോവുകയാണ്. അപ്പോൾ വസുന്ധരയുടെ മുന്നിൽ നിധി കാലുമക്കാലും കയറ്റി വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നും ഏത് കാലത്തും എപ്പോഴും ഈ വീട്ടിലെ അടിമ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് വസുന്ധരയ്ക്ക് നിധിയുടെ മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ നിധി പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കുകയാണ്. അങ്ങനെ പാർവതിക്ക് ചായ ഇട്ട് കൊടുക്കാം എന്നുള്ളത് വസുന്ധര പറയാണ്. അങ്ങനെ പാർവതിക്ക് ചായ ഇട്ട് കൊണ്ടു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പാർവതിയൊക്കെ അങ്ങനെ അതിശയിക്കുകയാണ്. നിധി എന്ത് മറിമായമാണ് ഇത്ര പെട്ടെന്ന് കാണിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്താണ് ശിവാനി ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അപ്പോൾ ശിവാനി മെഡിക്കൽ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും സാധനങ്ങൾ. അപ്പോൾ അത് കൊണ്ടുവന്ന ആളായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ശിവാനി ആ ഒരു പാർസൽ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. അപ്പോൾ നിധി അതെല്ലാം മറഞ്ഞു നിന്ന് കാണണം. ഇവൾ എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് പുറത്തേക്ക് പോകുന്നത്, ആരെ കാണാനാണ് എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും ഒരു പൊതി വാങ്ങുന്നതും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുന്നതൊക്കെ നിധി കാണുന്നത് കേട്ടോ. അപ്പോൾ നിധി ആ ആളോട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളോട് എന്തിനാണ് ശിവാനിയെ കാണാൻ നിങ്ങൾ വന്നത്, എന്താണ് ശിവാനിക്ക് നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടി നിധി പുറത്തേക്ക് ചെല്ലാണ്. ശിവാനി അകത്തേക്ക് പോയ ശേഷം അപ്പോൾ അയാൾ അപ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനാവും ഇപ്പോൾ ആ പയ്യൻ ഇവിടേക്ക് വന്നത്, അവൾ എന്താവും ആ പയ്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ജനൽ വഴി കുറച്ച് പേപ്പറുകൾ കഷ്ണമാക്കിയ രീതിയിൽ അങ്ങ് പുറത്തേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിധി അത് കാണാണ്. ഇതിപ്പോൾ എന്താ കുറേ കഷ്ണം പേപ്പറുകളാണല്ലോ എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് ശിവാനിയുടെ റൂമിൽ നിന്നാണല്ലോ വരുന്നത് എന്ന് സ്വയം പറഞ്ഞ ശേഷം ആ പേപ്പറുകളെല്ലാം നിധി പെറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ശിവാനി റൂമിൽ ചെന്ന ശേഷം ശിവാനി പാർസൽ വാങ്ങിയതിൻ്റെ ശേഷം അതിൽ പാഡും പിന്നെ ശിവാനിക്ക് മെൻസസ് ആവുന്ന സമയത്ത് വയറുവേദനയ്ക്കുള്ള ഗുളികയുമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും ആ പയ്യൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഈ പ്രിസ്ക്രിപ്ഷൻ ഇനി ഇവിടെ വേണ്ട, ഇത് ഇവിടെ സൂക്ഷിക്കുന്നത് അപകടമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എല്ലാ പേപ്പറും ഡോക്ടർ എഴുതിയ ലിസ്റ്റും എല്ലാം കീറിയ ശേഷം അത് ജനൽ വഴിയാണ് ഇടുന്നത്. ഇതിൽ ഇപ്പോൾ വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നിധി എങ്ങാനും പരിശോധിച്ചാൽ അത് അപകടമാണ് എന്ന് ഉദ്ദേശിച്ചും കൊണ്ടാണ് കീറി തുണ്ടം പേപ്പറുകളാക്കി ജനൽ വഴി ഇടുന്നത്. അപ്പോഴാണ് അത് നിധി കാണുന്നത്. അങ്ങനെ നിധി ആ പേപ്പറുകളെല്ലാം പെറുക്കിയെടുത്ത ശേഷം റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അതെല്ലാം തന്നെ ഒരുമിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓരോ പീസുകളായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു മെഡിക്കൽ ഷോപ്പിൻ്റേതാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. പിന്നെ അവളെ പരിശോധിക്കുന്ന ആ ഡോക്ടറുടെ പേരും എല്ലാം നിധിക്ക് മനസ്സിലാവേണ്ട. അപ്പം തന്നെ നിധി ഗൗതമിനെ വിളിക്കുകയാണ്. ഗൗതം, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, എന്താണ് നിധി എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ അവിടേക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഗൗതം, ഞാൻ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്ക്. ശിവാനി ഇപ്പോൾ ഒരു പാർസൽ വാങ്ങി അകത്തേക്ക് പോയി. ആ പയ്യനെ നോക്കി ഞാൻ ചെന്നപ്പോഴത്തേക്കും ആ പയ്യൻ അവിടെ നിന്നും പോയി. പക്ഷേ അവൾ ജനൽ വഴി കുറച്ച് കീറിയ പേപ്പറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഒരുമിച്ചാക്കിയ സമയത്ത് അതൊരു ഫാർമസിയിൽ നിന്നാണ് വാങ്ങിയത് എന്ന് മനസ്സിലായി. ആ ഫാർമസിയുടെ പേരും എനിക്ക് കിട്ടി. അതുപോലെ അവളെ പരിശോധിക്കുന്ന ആ ഡോക്ടർ എഴുതി കൊടുത്തതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ആ ഫാർമസിയിൽ പോയി അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് നിധി ഇനി ശിവാനിയുടെ പുറകെ പോകുന്നത്, അവളെ നീ വെറുതെ വിട്ടാൽ അവൾ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, അവൾക്ക് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തിൽ നിന്നും അവൾ എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് പറയുമ്പോൾ നിധി പറയണ, അങ്ങനെയല്ല ഗൗതം, അവൾ ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിൽ എന്നെ ജയിലിലിടാൻ വരെ അവൾ നോക്കിയതല്ലേ. അപ്പോൾ അവൾ അതിനും ഒരു മറുവിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾ ഇനിയും എന്നെയാവും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതിന് ഇപ്പോഴേ ഇവളുടെ ഈ കള്ളത്തരം പൊളിക്കണം, അതാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് അവൾ പാര ഇടാൻ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണ, എങ്കിൽ ഞാനിപ്പോൾ വരാം, നീ അവിടേക്ക് വാ എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും ആ ഫാർമസിയിലേക്ക് പോവാൻ കേട്ടോ. കടക്കാരനോട് പറയണ, അല്ല അഞ്ജലി എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് പാർസൽ വാങ്ങി കൊണ്ടുപോയില്ലേ, ഇയാളാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ആ പയ്യനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, ഞാൻ കൊണ്ടു കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ അവളുടെ ചേച്ചിയാണ്, ഇപ്പോൾ ഓർഡർ ചെയ്ത അത് സെയിം സാധനം ഇനിയും ഒരു തവണ കൂടി വേണം എന്ന് പറയട്ടോ. അങ്ങനെ ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്ത ശേഷം അതേ സാധനം ശിവാനിക്ക് കൊണ്ടുകൊടുത്ത അതേ സാധനം ഒരു തവണ കൂടി അവർ പാക്കാക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ടാബ്ലറ്റും ഈ പാഡും കണ്ടതോടുകൂടി നിധിയും ഗൗതം അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതാണോ അവൾ ഓർഡർ ചെയ്തത്? അപ്പോൾ ഇതെന്തിനാണ്, അവളിപ്പോൾ ഗർഭിണിയല്ലേ, പിന്നെ എന്തിനാണ് അവൾക്ക് പാഡ്, പിന്നെ ഈ ഗുളിക വയറുവേദനയ്ക്കുമ്പോൾ മെൻസസ് ആകുന്ന സമയത്ത് വയറുവേദനയ്ക്ക് കൊടുക്കുന്ന ഗുളികയാണല്ലോ, ഇതിപ്പോൾ എന്തിനാണ് അവൾ വാങ്ങിയത് എന്നൊക്കെ നിധിയും ഗൗതമും സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയാൻ, തൽക്കാലം ഇപ്പോൾ ഈ കടയിൽ വെച്ച് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, നീ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അവർ പൈസ കൊടുത്ത് അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിധി ഗൗതമിനോട് പറയുന്ന, ഒരു വഴിയുണ്ട്, നമുക്ക് ഇപ്പോൾ ഇവളുടെ ഈ നാടകം ഇപ്പം തന്നെ പൊളിക്കാനുള്ള ഒരു വിദ്യയുണ്ട് എന്ന് പറയുമ്പോൾ, എന്തിന് ഇത് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, പ്രണവിനും അമ്മയ്ക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ, ഇല്ല ഗൗതം, ഇത് കാണിച്ചു കൊടുത്താലും അവൾ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവൾ രക്ഷപ്പെടുകയും ചെയ്യും, പ്രണവിനെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് നമ്മളിൽ നിന്നും അകറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ
ഇതിനേക്കാളും നല്ല ഒരു വിദ്യ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഗൗതം വാ എൻ്റെ കൂടെ വാ, എന്നിട്ട് ഞാൻ എന്താണ് കാണിക്കുന്നത് എന്ന് ഗൗതമിന് കാണാം എന്ന് പറഞ്ഞ് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പാർവതിയോട് പറയണം അമ്മേ പൂജാമുറിയിൽ പ്രസാദം ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ പാർവതിയോട് അത് എടുത്തുകൊണ്ട് വരാൻ പറയണേ. എന്നിട്ട് പാർവതി അതെടുത്ത് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധി അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പേപ്പറിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഗൗതമും നിധിയും അത് തൊടുകയാണ് കേട്ടോ, നെറ്റിയിൽ തൊടുകയാണ്. എന്നിട്ട് അമ്മേ ഞാനിത് ശിവാനിക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ പാർവതിക്ക് ഒന്നും മനസ്സിലാവണില്ല, ഇതിപ്പോൾ എന്ത് പറ്റി? നിധി പെട്ടെന്ന് പ്രസാദം വന്ന് ചോദിക്കുന്നു, പിന്നെ അത് ശിവാനിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു, ഇതിപ്പോൾ എന്താണെന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിധിയും ഗൗതമും നേരെ ശിവാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രണവ് അവിടെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ചോദിക്കുകയാണ് പ്രണവ് നീ എപ്പോഴാണ് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഞാൻ ഇതാ കുറച്ച് നേരമായിട്ടുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ ഇതാ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, നിൻ്റെ നെറ്റിയിൽ തൊട്ട് തരാം എന്ന് പറഞ്ഞ് നിധി പ്രണവിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ്. അല്ല ശിവാനി എവിടെ? ഞാനിതേ അമ്പലത്തിൽ പോയിട്ട് പ്രത്യേകം നിങ്ങളുടെ കുഞ്ഞിന് ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം വഴിപാട് കഴിച്ച ഒരു പ്രസാദമാണ് ഇത്, ശിവാനിയുടെ നെറ്റിയിലൊന്ന് തൊട്ട് കൊടുക്കണം, അവൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശിവാനി ബാത്റൂമിൽ നിന്നങ്ങ് ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഇതെന്താ ഇവരിപ്പോൾ ഇവിടെ എന്തിനാണാവോ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവുമോ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാട്ടോ. അങ്ങനെ ശിവാനിയെ കണ്ടപ്പോൾ നിധി പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു ആക്കിയ മട്ടിൽ നോക്കിയിട്ട് പറയാണ് ശിവാനി നിനക്ക് വേണ്ടി നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രസാദമായിട്ട് വന്നിട്ടുള്ളത്, ഇത് നിൻ്റെ നെറ്റിയിൽ തൊടണം എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എൻ്റെ നെറ്റിയിലൊന്നും തൊടണ്ട എന്ന് പറയുമ്പോൾ തന്നെ നിധിക്കും ഗൗതമിനും കാര്യം മനസ്സിലാവാണ്. കാരണം മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ഈ പ്രസാദം നെറ്റിയിൽ തൊടാൻ പാടില്ല എന്നുള്ളത് അവർക്കും അറിയാവുന്നത് കൊണ്ട് ഇവൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിധി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രണവ് പറയണി എന്താ ശിവാനി നിനക്കെന്താ പ്രസാദം തൊട്ടാൽ നമ്മുടെ കുഞ്ഞിനും നിനക്കൊക്കെ വേണ്ടിയിട്ട് ഏട്ടത്തിയും ഏട്ടനും പ്രത്യേകം വഴിപാട് കഴിച്ച് കൊണ്ടുവന്നതല്ലേ, നീ അത് തൊട്ടേക്ക് എന്ന് പറയുമ്പോൾ അല്ല പ്രണവ് എനിക്കിപ്പോൾ അത് തൊടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് പ്രണവും നിധിയും ഗൗതമും അങ്ങ് ചോദിക്കാട്ടോ. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് ഈ സമയത്ത് ഈ പ്രസാദം തൊടാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഇവരെ എങ്ങനെ ഞാനത് മനസ്സിലാക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിധി ഇപ്പോൾ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകവുമായിട്ട് വന്നിരിക്കുകയാണ്, ഇവൾക്കിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ, എന്താണിപ്പോൾ ഇവൾക്ക് എന്നിലൊരു സംശയം കണ്ടത് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിധി നിർബന്ധിച്ചുകൊണ്ട് തൊടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ, നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴൊക്കെ ശിവാനി അത് തടയുകയാണ്. അപ്പോൾ നിധി പ്രണവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറയും എന്താ ശിവാനി നിനക്കെന്താ ഈ പ്രസാദം തൊട്ടാൽ മെൻസസ് ആയിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ പ്രസാദം തൊടാൻ പാടില്ലാത്തതുള്ളൂ, പക്ഷേ നീ ഇപ്പോൾ ഗർഭിണിയല്ലേ പിന്നെ എന്താ നിനക്ക് നിൻ്റെ നെറ്റിയിൽ ഈ പ്രസാദം തൊട്ടാൽ എന്ന് പറയുമ്പോൾ ശിവാനി പെട്ടെന്ന് പറയണം അത് പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ കുളി കഴിഞ്ഞ് ഞാൻ തന്നെ തൊട്ടോളം, അതവിടെ വെച്ചേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ പ്രണവും ആദ്യം പറയുന്നുണ്ട് ഞാൻ തൊട്ട് തരാം എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങിയിട്ട് ശിവാനിയുടെ നെറ്റിയിൽ തൊടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ശിവാനി ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ കുളി കഴിഞ്ഞ് തൊട്ടുകൊണ്ട് എന്ന് പറഞ്ഞുള്ള കള്ളം പറയുന്നത്. അപ്പോൾ പ്രണവ് പറയണ ഏട്ടത്തി ഇവളുടെ കുളി കഴിഞ്ഞ് ഞാൻ തന്നെ ഇവൾക്ക് തൊട്ട് കൊടുത്തോളാം എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതമും നിധിയും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നിധി ശിവാനിയെ ഒന്ന് ആക്കിയ മട്ടിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ശിവാനിക്ക് നല്ല സംശയം വരികയാണ്, എന്തോ ഒരു കാര്യം നിധി ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അല്ലാതെ ഇപ്പോൾ ഇവൾ പെട്ടെന്നൊരു പ്രസാദവുമായിട്ട് വരില്ല, എന്തായിരിക്കും എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണോ. പിന്നീട് രാത്രിയിൽ നിധി ഗൗതമിനുള്ള പാലുമായിട്ട് ചെല്ലാണ്. അപ്പോൾ ഗൗതം ആ പാൽ അവിടെ വെക്കാൻ പറയണ്ടോ. അപ്പോൾ ഗൗതം നല്ല ഗൗരവത്തിലാണ് ഇരിക്കുന്നത്, അതും ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിധി കാണാണ്. അങ്ങനെ പെട്ടെന്ന് ഗൗതം ഒരു ബോക്സ് എടുത്ത് നിധിക്ക് കൊടുക്കാണ്ട്. അപ്പോൾ അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊരു നെക്ലസ് കാണുകയാണ്. അപ്പോൾ എന്തിനാണ് ഗൗതം ഇപ്പോൾ പെട്ടെന്നൊരു നെക്ലസ് ഒക്കെ വാങ്ങിയത്? ഞാൻ പറയുന്ന കാര്യം ഗൗതം ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശിവാനിയുടെ കള്ളത്തരം ഈ ഗർഭനാടകം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അവൾ ഗർഭിണിയല്ല എന്നുള്ളത് ഇപ്പോൾ ഓരോ തവണയായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൗതം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നീ ആ കഴുത്തിൽ ആ നെക്ലസ് ഒന്ന് അണിയ് എന്ന് പറയട്ടോ. അങ്ങനെ എന്താണ് ഗൗതം ഞാൻ പറയുന്നത് എന്താ ഗൗതം കേൾക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നീ ഞാൻ പറയുന്നത് കേൾക്ക് നിധി എന്ന് പറയണ. അങ്ങനെ ഗൗതം നിർബന്ധിച്ചത് കൊണ്ട് നിധി ആ നെക്ലസ് അണിയുകയാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് പെട്ടെന്ന് നിധി കാണുന്ന മട്ടിൽ അങ്ങ് തിരിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്ലസ് അണിഞ്ഞ ഉടനെ തന്നെ ഗൗതമിനെയാണ് ആ ലാപ്ടോപ്പിൽ കാണുന്നത്. അപ്പോൾ നിധി ചോദിക്കുകയാണ് ഇതെന്ത് മറിമായും, എങ്ങനെയാണ് ലാപ്ടോപ്പിൽ ഗൗതം വരുന്നത്? ഗൗതമിൻ്റെ ഭാഗത്തല്ലല്ലോ ഇപ്പോൾ ലാപ്ടോപ്പ് ഉള്ളത്, എൻ്റെ മുഖത്തൊക്കെ ആയിട്ടാണല്ലോ ലാപ്ടോപ്പ് വെച്ചിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് ഗൗതമിൻ്റെ മുഖം ഇതിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ നീ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന നെക്ലസിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടതോടുകൂടി നിധി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്ത്? അതെ, ഇതിൽ ക്യാമറയുണ്ട്, ഇനിയാണ് നമ്മൾ ശിവാനിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് പറയണേ. അപ്പോൾ എന്താണ് ഗൗതം ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഗൗതം ഇനി കാര്യം പറയാൻ ഒരുങ്ങണം.